എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. മനുഷ്യൻ ടെക്നോളജിയുടെ മഹാകൊടുമുടി കയറുമ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുഗത്തിലാണല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയൊക്കെ ഏത് ലെവലിലേക്ക് എത്തിയെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സയൻസ് ആണെങ്കിലും എയറോസ്പേസ് ടെക്നോളജി ഒക്കെ ആണെങ്കിലും വേറെ ലെവലാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എങ്കിലും ഒരുപാട് പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒക്കെ ശേഷവും ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്, നമുക്ക് അമരത്വം, അതായത് മരണമില്ലാത്തൊരവസ്ഥ കൈവരിക്കാൻ സാധിക്കുമോ? പോട്ടെ, മരണമില്ല എന്നുള്ള അവസ്ഥ നമുക്ക് തൽക്കാലത്തേക്ക് വിടാം. പ്രായം കുറയ്ക്കാൻ പറ്റുമോ? അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ പ്രായം കുറയ്ക്കണമെന്ന് ആയിരിക്കില്ല നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾക്കും പ്രായമായിട്ട് അവർ വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ പ്രായം കുറച്ച് യൗവനത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. കാരണം അവർ ശാരീരികമായിട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ടായിരിക്കാം. വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം നമ്മൾ കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായി നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുമല്ലേ. അപ്പോൾ അതിന് ശരിക്കും സാധിക്കുമോ? ഇപ്പോൾ സിനിമയിലാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ദളപതി വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ. അതിൽ അദ്ദേഹത്തിന്റെ പ്രായം കുറഞ്ഞ ഒരു കഥാപാത്രത്തെ കാണിക്കണമല്ലോ. അതിന്റെ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്തത്? VFX ആണ്. ഇപ്പോൾ ഗോട്ടിന്റെ ടീം കോൺടാക്ട് ചെയ്തത് ലോസ് ഏഞ്ചൽസിലുള്ള ലോല എന്ന് പറയുന്ന ടീമാണ്. അവരാണ് അവതാർ, ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള സിനിമകൾക്ക് അല്ലെങ്കിൽ സീരീസുകൾക്കൊക്കെ ഗ്രാഫിക്സും VFX ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ സിനിമയിൽ നമുക്ക് 50 വയസ്സുള്ള ഒരാളെ 18 വയസ്സാക്കി കാണിക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇത് സാധിക്കുമോ? മനുഷ്യന്റെ ശരാശരി ആയുസ് ഇപ്പോൾ നിലവിൽ ഒരു 70 വയസ്സൊക്കെയാണ്. എന്നാൽ അപൂർവമായിട്ട് മനുഷ്യർ 120 വയസ്സ് വരെ ജീവിക്കുന്ന കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ അപൂർവമാണ്, വിരലിൽ എണ്ണി എടുക്കാവുന്നതുമാണല്ലേ. നമുക്കൊരു 150, 200, 250 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ സാധിക്കുമോ? ശാസ്ത്രലോകം ഇന്നും ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ അങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അവകാശവാദമായി വന്നിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, ബ്രയാൻ ജോൺസൺ. ശതകോടീശ്വരനാണ്. ആ മനുഷ്യന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 46 വയസ്സുള്ള മനുഷ്യൻ തന്നെ കൊണ്ടാവുന്ന കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെയും പരീക്ഷണത്തിലൂടെയും സ്വന്തം ശരീരം ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണ വസ്തുവാക്കിക്കൊണ്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്റെ മകന്റെ രക്തം വരെ സ്വന്തം ശരീരത്തിലേക്ക് കയറ്റുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന അവകാശവാദം എന്തെന്നാൽ, നിലവിൽ അദ്ദേഹത്തിന് 45, 46 വയസ്സാണുള്ളത്. അദ്ദേഹം 46 വർഷത്തോളം ഞാൻ ജീവിച്ചു. നമ്മൾ കലണ്ടർ പ്രകാരം നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ 46 വർഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലേ. പക്ഷേ നിങ്ങൾ മെഡിക്കൽ സയൻസ് വന്നിട്ട് എൻ്റെ ശരീരത്തിലെ കോശങ്ങൾ, സെല്ലിൻ്റെയൊക്കെ ബയോളജിക്കൽ ഏജ് നോക്കുവാണെങ്കിൽ അതിന് വെറും 35 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല 46 വയസ്സുള്ള വ്യക്തി 35ലേക്ക് എത്തി. ഇനി അദ്ദേഹം പറയുന്നത് ഒരു 18 വയസ്സുകാരൻ്റെ ശരീരത്തിലേക്ക് ഞാൻ പോകുമെന്നാണ്. അത് ലുക്കിൽ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സിനിമകൾ പോലെ ഫേസ് മാത്രം മാറ്റുന്നു എന്നാണല്ലോ. ഇപ്പോൾ നമുക്ക് ഫോണിൽ ഒരു ഫേസ് ആപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ യൗവനത്തിലേക്കോ വാർദ്ധക്യത്തിലേക്കോ ഒക്കെ നമ്മുടെ ഫോട്ടോ മാറ്റാൻ പറ്റുമല്ലേ. എന്തിനിത് ചെയ്യുന്നു? അദ്ദേഹത്തിന് ഉത്തരം, നമ്മുടെ ശരീരത്തെ യൗവനമാക്കി നിർത്തി മരണത്തെ ഡിലേ ചെയ്യാൻ പറ്റും. മരണം വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, വാർദ്ധക്യ സഹജമായിട്ട് നമ്മൾ എല്ലാവരും മരിക്കുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ അല്ലേ. അതിനെ താമസിപ്പിക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു 50 വർഷം 100 വർഷം ഒക്കെ പതുക്കെ പതുക്കെ കൂട്ടി അത്രയും കാലത്തോളം ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ശതകോടീശ്വരൻ കോടാനുകോടിക്കണക്കിന് രൂപയെ മുടക്കിയിട്ട് വലിയ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ മെഡിക്കൽ കമ്പനീസ്, ഫാർമ കമ്പനീസ് ഒക്കെ ചെയ്യുന്നത് ഇന്നും വ്യത്യാസമാണ്. അതായത് അവർ ചെയ്യുന്നത് എന്താണ്? ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പാറ്റന്റ് എടുത്ത് അവർ സ്വന്തമായിട്ട് വിൽക്കുകയാണല്ലേ. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പരീക്ഷണ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം പുറത്തുവിടുകയാണ്. ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം. അതിന് യാതൊരുവിധ പേറ്റന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബ്രയാൻ ജോൺസന്റെ ജീവിതത്തിലേക്ക് വരുന്ന മുമ്പ് അദ്ദേഹമൊക്കെ ഒരവസരങ്ങൾ നഷ്ടപ്പെടുത്താറില്ല. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലൂടെ നല്ല സമ്പത്തുണ്ടാക്കാനുള്ള ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇപ്പോഴാണ് ബിറ്റ്കോയിൻ അതിന്റെ ഓൾ ടൈം ഹൈലെത്തിയിട്ടുള്ളത്. നിങ്ങൾക്കും ക്രിപ്റ്റോ ജേണി ആരംഭിക്കാം. ഇപ്പോൾ തന്നെ കോയിൻ സ്വിച്ച് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ത്യയിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ ആപ്പാണ്. കോയിൻ സ്വിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ, എതേറിയം, ഡോജ്, ഷിബ ഇനു തുടങ്ങി 200-ൽ പരം ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഇത് ബിഗിനേഴ്സിനും അഡ്വാൻസ്ഡ് ട്രേഡേഴ്സിനും വളരെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. പ്രൊഫഷണൽ ട്രേഡേഴ്സിനായിട്ട് കോയിൻ സ്വിച്ചിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗും ഉണ്ട്. കുറഞ്ഞ ഫീസ്, 350-ൽ പരം കോൺട്രാക്റ്റുകൾ, അതുപോലെ 25x ലെവറേജ് എല്ലാം ലഭ്യമാണ്. അതായത് 1000 രൂപ ലെവറേജ് ചെയ്ത് 25,000-ന്റെ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ പുതിയ ട്രേഡേഴ്സിന് ആദ്യത്തെ 15 ദിവസം 100% ഫീ റിബേറ്റും കിട്ടും. കോയിൻ സ്വിച്ചിന്റെ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് മുൻനിര ട്രേഡേഴ്സിന്റെ സഹായത്തോടെ നിങ്ങളുടെ സമ്പത്ത് ഉറപ്പായിട്ടുള്ള ലാഭത്തിൽ വളർത്താൻ കഴിയും. ബ്രയാൻ ജോൺസൺ ഒക്കെ തന്റെ ഇൻവെസ്റ്റ്മെന്റ് സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്ന പോലെ. ഏറ്റവും അടിപൊളി കാര്യം എന്തെന്നാൽ ആദ്യത്തെ 30 ദിവസം 1% ക്യാഷ് ബാക്കും അതുപോലെ 0 ട്രേഡിംഗ് ഫീസുമാണ്. കോയിൻ സ്വിച്ച് ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. 2 കോടിക്ക് മുകളിൽ ഉപഭോക്താക്കൾ വിശ്വസിക്കുന്നുണ്ട്. പ്രൂഫ് ഓഫ് റിസർവ് വഴി നിങ്ങളുടെ സമ്പത്ത് സുരക്ഷിതമാണെന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, മൊത്തം കസ്റ്റമർ ഹോൾഡിംഗ്സ് 2700 കോടിക്ക് മുകളിലാണ്. അതുപോലെ മൊത്തം കോയിൻ സ്വിച്ച് ഹോൾഡിംഗ്സ് 2400 കോടിക്ക് മുകളിലാണ്. കോയിൻ സ്വിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇന്ന് തന്നെ നിങ്ങളുടെ ക്രിപ്റ്റോ ജേണി ആരംഭിക്കൂ. ഇനി നമുക്ക് ബ്രയാൻ ജോൺസന്റെ ജീവിതത്തിലേക്ക് വരാം. അദ്ദേഹം ഒരു ടെക് ബില്യണർ ആണ്. അതായത് ഒരുപാട് ടെക് പ്രോഡക്ട്സ് ഒക്കെ വിറ്റ്, ഇപ്പോൾ പേപാൽ പോലുള്ള കമ്പനീസിനൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും വിൽക്കുന്നത്. പേപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെയുള്ള ഒരു പേയ്മെന്റ് സംവിധാനമാണ്. നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിക്കത്തില്ല. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇമെയിൽ വഴി നമുക്ക് പണം സെൻഡ് ചെയ്യാൻ
പറ്റുന്ന ഒരു ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. പേയ്പാൽ പലരും കേട്ടിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലുള്ള കമ്പനീസിനൊക്കെ ഈ ടെക് പ്രോഡക്ട്സ് ഒക്കെ വിറ്റ് ആണ് അദ്ദേഹം ഇത്രയും വലിയ ശതകോടീശ്വരനായി മാറിയിട്ടുണ്ടായിരുന്നത്. 10 വർഷം മുമ്പ്, അതായത് അദ്ദേഹത്തിന് 35-36 വയസ്സൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ലൊരു ജീവിതം, നമ്മളൊക്കെ പലരും സ്വപ്നം കാണുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു വശത്ത് ആസ്തിയുണ്ട്, പൈസയൊന്നും ഇനി അദ്ദേഹത്തിന് സമ്പാദിക്കേണ്ട കാര്യമില്ലല്ലോ, ശതകോടീശ്വരനാണ്. അതുപോലെ നല്ലൊരു കുടുംബം, നല്ലൊരു ഭാര്യ, നല്ലൊരു മകൻ, അതുപോലെ നല്ല അടിപൊളി ഫ്രണ്ട് സർക്കിള്, അവർ കൂടെ ഔട്ടിങ്ങിന് ട്രിപ്പൊക്കെ പോകുന്നു, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു തോട്ട് വരികയാണ്. അത് പലർക്കും ഉണ്ടാകുന്ന ഒന്നാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്കൊരു ശൂന്യത വരും, ഒരു വിരക്തി വരും അല്ലേ. ഇപ്പോൾ ശ്രീബുദ്ധനൊക്കെ സംഭവിച്ചത് അതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വലിയ രാജകുമാരനായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല ജീവിതത്തിൽ, അതുകൊണ്ട് ആ ഒരു ആത്മീയതയിലേക്ക് തിരിഞ്ഞു പോയി എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇനി ജീവിതത്തിൽ ഒന്നും നേടാനില്ല, പൈസ ആണെങ്കിൽ കോടിക്കണക്കിന് അവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നു. അപ്പോൾ ബാക്കി എല്ലാം ഓക്കെയാണ്, ഇനി ഒന്നും നേടുന്നില്ല. ആ ഒരു വിരക്തി, ആ ഒരു ശൂന്യത അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഈ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഇന്നേവരെ ആരും ചെയ്യാത്ത ഒന്ന് ചെയ്യണം. ടെക്നോളജിയൊക്കെ ഇപ്പോൾ AI പോലുള്ള ടെക്നോളജിയൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ വളരുന്നുണ്ട്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇന്നേവരെ ആരും ചെയ്യാത്ത ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ഐഡിയ വരുന്നത്: പ്രായം കുറയ്ക്കുക. പ്രായം കുറയ്ക്കുന്ന വഴി ആയുസ് കൂട്ടുക, പതുക്കെ പതുക്കെ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വർഷങ്ങളോളം ജീവിക്കുക, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു മരണമില്ലാത്ത അമരത്വത്തിലേക്ക് പോവുക എന്നൊരു ഐഡിയ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത്. അവിടുന്ന് തുടങ്ങിയ ആ ചിന്തയിൽ നിന്ന് തുടങ്ങിയ ഒന്നാണ് അദ്ദേഹം ഇത്ര വലിയ പരീക്ഷണങ്ങളിലേക്കും പരിശ്രമങ്ങളിലേക്കും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരുന്ന് കമ്പനീസ്, ഫാർമ കമ്പനീസ് ഒക്കെ എങ്ങനെയാണ് പരീക്ഷണം നടത്തുന്നത്? ഒന്നെങ്കിൽ കുരങ്ങുകളുടെ പുറത്തോ, അല്ലെങ്കിൽ നമ്മുടെ മുയലുകളുടെ പുറത്തോ, അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ പുറത്തോ ഒക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ ഇദ്ദേഹം സ്വയം ഒരു പരീക്ഷണ വസ്തുവായി മാറിക്കൊണ്ട് ഇത് വെച്ച് എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിലും എനിക്ക് പറ്റട്ടെ, എന്താണെങ്കിലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് മറ്റൊരു ഉറുമ്പിനെ പോലും നോവിക്കാതെയാണ് ഈ പരീക്ഷണം നടത്തുന്നതെന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എന്തായാലും 10 വർഷം മുമ്പ് ഈ ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടായിരുന്നു. അപ്പോൾ ഭാര്യ കേട്ടപ്പോൾ തന്നെ എല്ലാവരും പറയുന്ന പോലെ സീരിയസ് ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, ചിരിച്ചു. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത്? എന്താ നിങ്ങൾ വല്ല മറ്റേ ബാലരമ ഫിക്ഷണൽ കഥകളും വായിച്ചിട്ട് അത് അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് വന്ന് ഭ്രാന്തായതാണോ? ഇതൊന്നും ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. മരണം സുനിശ്ചിതമാണ്, നമ്മൾ പ്രായം ആയിക്കൊണ്ടേയിരിക്കും, അത് കുറയ്ക്കാനൊന്നും ആർക്കും സാധിക്കില്ല എന്നൊക്കെ സാധാരണ നമ്മൾ പറയുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ. പക്ഷേ പിന്നീട് ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇതിന്റെ പുറമെ പോവുകയാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഭരതൻ എഫക്ട് എന്ന് പറയുന്ന ബിജു മേനന്റെ ഒരു സിനിമയില്ലേ, അദ്ദേഹം അതിൻ്റെ അകത്ത് മുഴുങ്ങിയിട്ട് ആ കുടുംബ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും സമാനമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ രൂപപ്പെടുകയാണ്. ഓർക്കുക, ഇത് മാത്രമായിരിക്കില്ല കാരണം, മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. എന്തായാലും ആത്യന്തികമായിട്ട് അൾട്ടിമേറ്റ്ലി ഇദ്ദേഹവും ഭാര്യയുമായിട്ട് വേർപിരിക്കുകയാണ്, ഡൈവോഴ്സ് ആകുകയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ വിഷമം ഉണ്ടാക്കുന്നതും മറ്റൊരു വശത്തുകൂടി നോക്കുമ്പോൾ ഒരു നേട്ടം ഉണ്ടാക്കുന്നതുമാണ്. കാരണം അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ട, അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആകാൻ പറ്റും. അങ്ങനെ അദ്ദേഹം തൻ്റെ കമ്പനി ഉണ്ടല്ലോ, കോടികൾ ടേൺ ഓവറുള്ള കമ്പനി ഉണ്ടല്ലോ, അതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് കംപ്ലീറ്റ് പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വർഷം 2021 ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ: മനുഷ്യന്റെ പ്രായം കുറയ്ക്കുക, അതുവഴി ആയുസ് കൂട്ടുക, അമരത്വത്തിലേക്ക് നീങ്ങുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി. അത് ലോകത്ത് തന്നെ അങ്ങനത്തെ ഒരു കമ്പനി ഇല്ല. തൻ്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ഇതാണ്. ഇപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? അപ്പോൾ പലപ്പോഴും എല്ലാം നേടിക്കഴിഞ്ഞാണെങ്കിൽ അങ്ങനത്തെ ഉള്ളവരെ സംബന്ധിച്ച് വലിയൊരു വിരക്തിയും ശൂന്യതയൊക്കെ ഉണ്ടാകുമല്ലേ. ആ ശൂന്യതയിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ ഉത്തരം ഇതായിരുന്നു: ഇതുവഴി മനുഷ്യകുലത്തെ സേവിക്കുക. അദ്ദേഹത്തിന് നിലവിൽ 46 വയസ്സാണുള്ളത്. അദ്ദേഹത്തിന്റെ അവകാശവാദം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഏജ് 36 വയസ്സ് മാത്രമേ ഉള്ളൂ. അതായത് 10 വർഷത്തോളം അദ്ദേഹം കുറച്ചിരിക്കുന്നു. അത് 2021 തുടങ്ങിയത്. 4 വർഷം കൊണ്ട് അദ്ദേഹത്തിന് 10 വർഷത്തോളം ഏജ് കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമെന്നല്ല പറയുന്നത്, മറിച്ച് 36 എന്നൊക്കെ കുറച്ച് 18 വയസ്സുകാരന്റെ ശരീരമാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്നാൽ, തന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ, വലിയ ബംഗ്ലാവാണ്, കോടീശ്വരന്റെ ബംഗ്ലാവാണല്ലോ, അവിടെ ഈ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെ അദ്ദേഹം ഹയർ ചെയ്യുകയാണ്. 30ഓളം വരുന്ന ഡോക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സിറ്റിങ്ങിന് തന്നെ ലക്ഷങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നവരാണ്, ലക്ഷങ്ങളും കോടികളൊക്കെയാണ് കേട്ടോ. എന്തായാലും 30 ഡോക്ടേഴ്സ്, ഒറ്റൊരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒറ്റൊരു ക്ലൈന്റ്. ആരാണ്? ബ്രയാൻ ജോൺസൺ. ഒറ്റൊരു ലക്ഷ്യം: പ്രായം കുറയ്ക്കുക. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ബംഗ്ലാവിൽ ഒരു ഹോസ്പിറ്റൽ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ മെഡിക്കൽ ഉപകരണങ്ങൾ കാണുമോ അതെല്ലാം അവിടെയുണ്ട്. ഇപ്പോൾ DAGങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം മാത്രം മതി എന്നല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊന്നും ലോകത്തില്ല. അപ്പോൾ മെഡിക്കൽ സയൻസിന്റെ എല്ലാ മേഖലകളും, ന്യൂറോളജി, കാർഡിയോളജി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അതുമായി ബന്ധപ്പെട്ട് എല്ലാ എക്യുപ്മെന്റ്സും, മെഷീനറീസും, അതുപോലെ നമുക്കറിയാവുന്ന MRI, CT സ്കാൻ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. അദ്ദേഹം ഒരു പരീക്ഷണശാല ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലബോറട്ടറി, വലിയ ലാബാണ്. ഒരുപാട് പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ
അൾട്ടിമേറ്റ്ലി പറയുവാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം സ്വന്തം വീട്ടിൽ അദ്ദേഹം സെറ്റ് ചെയ്യാണ്. പ്രായം കുറയ്ക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് അദ്ദേഹം പറയുന്നത് ചിട്ടവട്ടങ്ങളാണ്. ഡെയിലി ഒരു റൊട്ടീൻ ഉണ്ടാവും. അതായത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര മണിക്ക് ഉറങ്ങണം, എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര നേരം വർക്കൗട്ട് ചെയ്യണം, എന്തൊക്കെ, ഏറ്റവും പ്രധാനമായിട്ടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊരു സംഭവമാണ് അദ്ദേഹത്തിന്റെ ഡെയിലി റൊട്ടീൻ. ഒന്ന് ചുരുക്കി പറയുവാണെങ്കിൽ എല്ലാ ദിവസവും കൃത്യം 4:30 എഴുന്നേക്കും. അത് 1 മിനിറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറത്തൊന്നുമില്ല. 4:30 എഴുന്നേറ്റ ശേഷം അദ്ദേഹം ആദ്യം ചെയ്യുന്നത് വർക്കൗട്ട് ചെയ്യും. 1 മണിക്കൂറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. കൃത്യം 6 മണിക്ക് അദ്ദേഹം തന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും 3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ഭക്ഷണം വരുന്നത് ഉച്ചയ്ക്ക് 11 മണിക്കാണ്. 11 മണിക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒന്നും കഴിക്കത്തില്ല. അതായത് രാവിലെ 6 മണിക്കും ഉച്ചയ്ക്ക് 11 മണിക്ക് മാത്രമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഭക്ഷണം കഴിക്കുന്നത് പറയുവാണെങ്കിൽ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് 1977 കാലറിയാണ് അദ്ദേഹം കഴിക്കുന്നത്. ഒരു കാലറി കുറയുകയോ കൂടിയോ ചെയ്യത്തില്ല. കൃത്യം രാത്രി 8:30 അദ്ദേഹം ഉറങ്ങാൻ കിടക്കുകയും ചെയ്യും. അടുത്ത ദിവസം വീണ്ടും 4:30 എഴുന്നേക്കും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം കഴിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ മാത്രം എങ്ങനെയാണ് ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ അല്ലേ. 100 സപ്ലിമെന്റ് ടാബ്ലറ്റ്സ് അദ്ദേഹം കഴിക്കും. നമ്മൾ വൈറ്റമിൻ ഗുളികയൊക്കെ കഴിക്കത്തില്ല, അതൊരു സപ്ലിമെന്റ് ടാബ്ലറ്റ് ആണല്ലേ. അതുപോലത്തെ 100 ഗുളികകളാണ് അദ്ദേഹം കഴിക്കുന്നത്. അദ്ദേഹം പ്യുവർ വീഗനാണ്, അതായത് നോൺ വെജ് ഒന്നും ഉപയോഗിക്കത്തില്ല. ഭക്ഷണത്തിൽ വെജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ പോഷകങ്ങളും ഈ സപ്ലിമെന്റ്സിൽ നിന്നാണ് അദ്ദേഹം നേടുന്നത്. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇതിനേക്കാളും പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒന്നാമത്തത്, ഈ റൊട്ടീൻ ഒന്നും തെറ്റിക്കാൻ പാടില്ല. കൃത്യം 4:30, കൃത്യം 8:30 അല്ലെ, എഴുന്നേക്കുന്നതും ഉറങ്ങുന്നതും, കൃത്യം ഫുഡ് ഡയറ്റ്, അത് പറഞ്ഞല്ലോ അല്ലെ. ചെയ്യാൻ പാടില്ലാത്തത്, ഒരു തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡും കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ബർഗർ, പിസ്സ, അല്ലെങ്കിൽ KFC ചിക്കൻ, ഫ്രൈഡ് ഫുഡ്സ്, നമ്മളുടെ പെപ്സി, കൊക്കക്കോള, സ്പ്രൈറ്റ്, ഷുഗർ, ഇതൊന്നുമില്ല. അത്രയും പെർഫെക്റ്റ് ഒരു ഡയറ്റിലാണ് പോകുന്നത്. ഉറക്കം, വർക്കൗട്ട്, കൃത്യം 3 മണിക്കൂറും രാവിലെ 1 മണിക്കൂറും ഒക്കെ എല്ലാം കറക്റ്റാണ് പോകുന്നത്. ഇതൊന്നും തെറ്റിക്കാൻ പാടില്ല. ഈ ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ല. അൺനെസസറി ആയിട്ടുള്ള, അതായത് നമ്മൾ ഒരു ഫുഡ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. സ്റ്റെബിലൈസർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതൊന്നും കഴിക്കത്തില്ല. പ്രിസർവേറ്റീവ്സ് ഉള്ള ഒരു ഫുഡും അദ്ദേഹം കഴിക്കത്തില്ല. ഇദ്ദേഹത്തിന്റെ പരീക്ഷണത്തിൽ എല്ലാവരും ഞെട്ടിച്ചൊരു കാര്യം ഇദ്ദേഹം ചെയ്യുകയാണ്. സ്വന്തം മകന്റെ രക്തം, ആ രക്തത്തിലെ പ്ലാസ്മ തന്റെ ശരീരത്തിലേക്ക് കയറ്റുകയാണ്. അതായത് ആ ഒരു പ്രായം കുറയ്ക്കാൻ പറ്റും. പുതിയ പ്ലാസ്മയാണല്ലോ വന്നത്, യൗവനമായിട്ടുള്ള പ്ലാസ്മയാണല്ലോ വന്നത്. അതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഇവിടെ ഒരു കാര്യം പറയേണ്ടത്, ഇതൊന്നും സയന്റിഫിക് ആയിട്ടുള്ള മാർഗ്ഗങ്ങളല്ല. അതായത് ചെറുപ്പക്കാരന്റെ രക്തം എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രായം കുറയും എന്നൊന്നും സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇദ്ദേഹം പുതിയതായിട്ട് കണ്ടുപിടിക്കുകയാണ്. ഒരു പക്ഷേ പിൽക്കാലത്ത് സയന്റിഫിക് ആണെന്ന് കണ്ടുപിടിച്ചേക്കെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ അൺസയന്റിഫിക് ആയിട്ട് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും അൺസയന്റിഫിക് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണത്തിന്റെ ചെലവ് എത്രയാണ്? ഈ ചെലവെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്. മറ്റൊരാളുടെ നയാ പൈസ അദ്ദേഹം വാങ്ങിക്കുന്നില്ല, ആരും ഫണ്ട് ചെയ്യുന്നുമില്ല. എല്ലാം സ്വന്തമായിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ഇതിന്റെ ചെലവെന്ന് പറയുന്നത് പ്രതിവർഷം $2 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ റുപ്പി 16 കോടി രൂപ. ഈ 16 കോടി മുടക്കിയിട്ട് അദ്ദേഹം സ്വന്തമായിട്ടല്ല ഇതിന്റെ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ പേറ്റന്റ് എടുത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പബ്ലിക്കലി പുറത്തു വിടാതിരിക്കുകയൊന്നുമില്ല. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നു. അദ്ദേഹം പുറത്ത് ട്വിറ്ററിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും ഒക്കെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിവർഷം 16 കോടിയെ എന്തിന്? പ്രായം കുറയ്ക്കാനായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ആദിപുരുഷ് VFX വെച്ച് തൊലച്ച് കളഞ്ഞൊരു സിനിമയാണല്ലേ. അതിന്റെ ബജറ്റ് എത്രയായിരുന്നു? 300 600 ഏതാണ്ട് കോടിയല്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും പ്രതിവർഷം 16 കോടി എന്ന് പറയുന്ന ഒന്നുമല്ല. പക്ഷേ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്താണ് ചിലവാക്കുന്നത്. അതും ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. സ്വന്തം ബോഡി ഒരു പരീക്ഷണ വസ്തുവാക്കിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മഹത്വം വലുതാകുകയാണ്. എന്തിനാണ് ഇദ്ദേഹം ഈ കാര്യം ചെയ്യുന്നത്? ഒരു ഡോക്ടർ ഒരു പോഡ്കാസ്റ്റിൽ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഉത്തരം വളരെ ഫിലോസഫിക്കലായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് ഇന്ന് മനുഷ്യന് എന്തിനും സൊല്യൂഷൻ ഉണ്ടല്ലേ. നമ്മൾക്ക് സഞ്ചരിക്കണോ? വാഹനങ്ങളുണ്ട്. മനുഷ്യൻ ആദ്യം ചക്രം കണ്ടുപിടിച്ചു, പിന്നെ ഉന്തുവണ്ടികൾ കണ്ടുപിടിച്ചു, മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമ്മൾക്ക് വലിയ ദൂരത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ വിമാനങ്ങളുണ്ട്. ഇന്ന് ആശയവിനിമയ സംവിധാനങ്ങളുണ്ട്. നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആശുപത്രികൾ നമ്മുടെ തൊട്ടടുത്തുണ്ട്. അതുപോലെ നമുക്ക് ഒരാളെ ഇന്ന് വീഡിയോ കോളല്ലേ, പണ്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അല്ലേ. ഇന്ന് നമുക്ക് ഒരാളെ കണ്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ടെക്നോളജി വന്ന് മനുഷ്യന് എന്തിനും ഉത്തരമുണ്ട്. നമുക്ക് ChatGPT ഇന്നുണ്ട്. ടെക്നോളജിക്ക് അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി നിൽക്കുകയാണ്. ഇനി മെഡിക്കൽ സയൻസിന്റെയും ആയുസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അധികം ഒരുപാടൊന്നും പോകണ്ട, ഇപ്പോൾ 1900 പോലും കേരളത്തിലെ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസൊക്കെ 70 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, 50 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒന്നാണ്, ഒരു കുടുംബത്തിൽ ഒരുപാട് കുട്ടികൾ ജനിക്കുകയും അതിൽ പല കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മെഡിക്കൽ സയൻസ് അത്രത്തോളം വികസിച്ചു. ഇന്ന് മനുഷ്യന്റെ ശരാശരി ആയുസ് മെഡിക്കൽ സയൻസ് 70ലേക്ക് കൊണ്ടെത്തിച്ചു. ഈ എവല്യൂഷൻ തിയറിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയുന്നൊരു വാദമുണ്ട്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലേ. പക്ഷേ ഇന്ന് മനുഷ്യൻ ഭൂരിഭാഗവും
അവനെ ഫിറ്റാക്കി എടുക്കാൻ മെഡിക്കൽ സയൻസിന് പറ്റുന്നു. എന്തിനേറെ പറയുന്നു, 10 മാസം തികയാതെ ജനിച്ച കുഞ്ഞിനെ വരെ ഇൻക്യുബേറ്ററിന്റെയും ICUവിന്റെയും ഒക്കെ സഹായത്തോടെ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനാക്കി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു. പണ്ടാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പോലും ആ കുട്ടി മരണപ്പെട്ടു പോകും, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലല്ലേ. അപ്പോൾ മെഡിക്കൽ സയൻസ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ടെക്നോളജിയിൽ നമുക്ക് എല്ലാത്തിനും ഉത്തരമുണ്ട്. നമുക്ക് ചന്ദ്രനിൽ പോകാം, ഇനി ചൊവ്വയിലേക്ക് പോകാൻ എലോൺ മസ്ക് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എനിക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതായിട്ടാണ് കേട്ടോ, മനുഷ്യന്റെ പ്രായം കുറയ്ക്കുക. പ്രായം കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളായിരിക്കില്ല ചിന്തിക്കുന്നത്. നമ്മൾ യൗവനത്തിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ പ്രായം കുറയ്ക്കണമെന്നും ചിന്തിക്കത്തില്ലായിരിക്കും. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോയാൽ നമ്മൾ ചിലപ്പോൾ പ്രായം കുറഞ്ഞ് വീണ്ടും കൂടുതൽ ജീവിക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലായിരിക്കും. പക്ഷേ നമ്മളെ അത് എന്നെയും നിങ്ങളെയും ഒക്കെ പേഴ്സണലി അഫക്ട് ചെയ്യുന്ന ഒരു ചിന്തയാണ്. നമ്മളിങ്ങനെ കുട്ടിക്കാലത്ത് നിന്ന് പതുക്കെ യൗവനത്തിലേക്കും പിന്നീട് ഒരു മധ്യവയസ്സിലേക്കും പോകുമ്പോഴേക്കും അവിടെ സംഭവിക്കുന്ന ഒന്നുണ്ട്. നമ്മളുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നു അല്ലേ. അവർക്ക് വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭയം കടന്നുകൂടും. അപ്പോഴാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, അവരുടെ പ്രായം കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കത്തില്ല അല്ലേ. പണ്ടത്തെ പോലെ ഓടിച്ചാടി നടക്കുന്ന അമ്മയും അച്ഛനെയും ഒക്കെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെന്ന് നമ്മൾ ചിന്തിക്കാറെങ്കിലും ഉണ്ടല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇതാണ്, ഇത് നമുക്ക് പോസിബിൾ ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ആശങ്കകൾ എനിക്ക് മാറ്റാൻ സാധിക്കും, ഒരു വലിയ പുതിയ ലോകം എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. യൗവനത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് യൗവനത്തിന്റെ ശരീരം, ലുക്ക് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കും ലുക്ക് മാത്രമാണ്, അല്ല, ബയോളജിക്കൽ ഏജ് നമുക്ക് കുറച്ചു കൊണ്ടുവന്ന് യൗവനത്തിലെ ചുറുചുറുക്കും കാര്യക്ഷമതയും ഒക്കെ തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾക്കും എതിരായിട്ടുള്ള വാദങ്ങളൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രസക്തമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചോദ്യം എന്തെന്നാൽ, മരിക്കാതിരുന്നിട്ട് എന്തിനാണ്, മനുഷ്യൻ മരിക്കാതിരുന്നിട്ട് എന്താണ് നേടാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ പല നഗരങ്ങളും ഓവർ പോപ്പുലേറ്റഡ് ആണെന്ന് നമുക്കറിയാമല്ലേ, അതൊരു ഫാക്റ്റ് ആണ്. പക്ഷെ അതല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പതുക്കെ പ്രായം കൂടി വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു, അതിനുശേഷം നമ്മൾ മരണപ്പെടുന്നു. ഇപ്പോൾ ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമയിൽ പറയുന്നുണ്ട്, നമ്മുടെ 7 സ്റ്റേജസ് ഓഫ് ലൈഫ് ആണെന്നുള്ളതല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ പല്ലൊന്നും ഇല്ലാത്ത കുട്ടിയായിരിക്കും, നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന, ഒന്നും അറിയാത്തതല്ലേ. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴും ആ സ്റ്റേജിലേക്ക് വരും, പല്ലൊന്നും അറിയാത്ത, നമുക്ക് അധികം സംസാരിക്കാൻ പറ്റാത്ത, ഇങ്ങനെ പുഞ്ചിരിയൊക്കെ മാത്രമുള്ള ആ ഒരു ഇതിലേക്ക് പോകും. പിന്നീട് നമ്മൾ മരണം എന്ന് പറയുന്ന ഒന്ന് കൈവരിക്കുന്നു അല്ലേ. അവിടെ പല കവിതകളിലും മരണത്തെ പേഴ്സോണിഫൈ ചെയ്യുന്നു, അതായത് മരണത്തെ ഒരു വ്യക്തിയായിട്ടൊക്കെ പരിഗണിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പലരും വാദിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ബ്യൂട്ടി എന്നാൽ മനുഷ്യൻ മരണപ്പെടുക എന്നുള്ളത് തന്നെയാണ്. മരണപ്പെടുക എന്നുള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ, നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നതിൻ്റെ ഇടയിൽ വരെയുള്ള ലൈഫ്, ആ ജീവിതത്തെ നമ്മൾ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിക്കും. ഒരുപാട് പർപ്പസ് നമുക്കുണ്ടാകും, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകും. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലും പിന്നീട് കോളേജിലൊക്കെ പോയി വിദ്യാഭ്യാസം നേടുന്നു, ഒരു ജോലിക്ക് പോകുന്നു, പണം സമ്പാദിക്കുന്നു, കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, പതുക്കെ നമ്മൾ മക്കളെ വളർത്തുന്നു, അവരുടെ കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനെ നമ്മൾ അവസാനം മരണപ്പെടുകയാണ്. ഇവിടെ മരണപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യം നമുക്കുണ്ടാകുമോ? നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല, പിന്നെ എങ്ങനെ ജീവിക്കാനാണ്? ഒരുപാട് സിനിമകളുടെ സീരീസിന്റെ കഥാ ഇതിവൃത്തം ഇതാണ്. അതായത് അതിലൊക്കെ അമരത്വം, ഒരിക്കലും മരിക്കില്ല എന്നുള്ളത് വരമായിട്ടല്ല, മറിച്ച് ശാപമായിട്ടായിരിക്കും കൊടുക്കുന്നത്. എന്തുകൊണ്ടത് ശാപമായി മാറുന്നു? ഇപ്പോൾ ഞാൻ കണ്ടൊരു കൊറിയൻ സീരീസ് ആണ് ഗോബ്ലിൻ. ആ ഒരു കഥാപാത്രത്തിന് 1000 വർഷത്തോളം ജീവിക്കുന്നുള്ളതാണ് ശാപമായിട്ട് ലഭിക്കുന്നത്. അതിനു മുമ്പ് ഒരു വാളൂരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിക്കാമെന്നുള്ളതാണ്. അദ്ദേഹം എങ്ങനെയെങ്കിലും മരിക്കാനാണ് നടക്കുന്നത്. പോട്ടെ, എന്തിന് കൊറിയൻ റെഫർ ചെയ്യുന്നു? നമ്മളുടെ ഇന്ത്യൻ ഇതിഹാസമായിട്ടുള്ള, ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിൽ അശ്വത്ഥാമാവിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ശാപം എന്താണ്? നീ ഒരിക്കലും മരിക്കില്ല, മരിക്കാതെ ജരാനരകൾ ബാധിച്ച് ഇങ്ങനെ പഴുപ്പും വ്രണവും ഒക്കെ ആയിട്ട് ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്നുള്ളതാണ്. അശ്വത്ഥാമാവും മരിക്കാൻ കൊതിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ മരണമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് മനുഷ്യനെ സംബന്ധിച്ച്. ട്രോയ് എന്ന് പറയുന്ന 2004 ഇറങ്ങിയ സിനിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവങ്ങൾ നമ്മളെ ഓർത്ത് അസൂയപ്പെടുന്നുണ്ടായിരിക്കും, കാരണം നമ്മൾക്ക് അന്ത്യമുണ്ട്, ദൈവങ്ങൾക്ക് അന്ത്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഏത് നിമിഷം വേണമെങ്കിലും നമ്മളുടെ അവസാനമായിരിക്കാം. പിന്നെ നമ്മളൊന്നും അറിയണ്ട, നമ്മളവിടെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ, നമുക്ക് സുഖനിദ്ര. എന്തായാലും ഇത്രയൊക്കെയാണ് ബ്രയാൻ ജോൺസനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിനെ പറ്റിയിട്ടും ഒക്കെ പറയാനുള്ളത്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരിക്കലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിൽക്കാലത്ത് ഒരുപക്ഷെ അല്ലേ, ഒരു 1000 വർഷങ്ങൾക്കപ്പുറം മനുഷ്യൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വലിയ മേഖലയിൽ എത്തിച്ചേർത്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ക്രയോണിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെട്ട് വരുന്നുണ്ട്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം ഒരു ഐസിൽ ഫ്രീസ് ചെയ്ത് വയ്ക്കുകയാണ്. പിൽക്കാലത്ത് എപ്പോഴെങ്കിലും മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടികൾ മുടക്കിയിട്ട് ചില വ്യക്തികൾ തങ്ങളുടെ ശരീരം ഈ ക്രയോണിക്സ് എഞ്ചിനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ വേണമെങ്കിൽ പിന്നീട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഇതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അത് കമന്റിൽ രേഖപ്പെടുത്തുക. കോയിൻ സ്വിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇന്ന് തന്നെ നിങ്ങളുടെ ക്രിപ്റ്റോ ജേർണി ആരംഭിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പിറേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.